പ്രേമലു. പേര് കേൾക്കുമ്പോൾ തെലുങ്കെന്ന് തോന്നിക്കുമെങ്കിലും കഥ നടക്കുന്നത് മുഴുവൻ ഹൈദരാബാദിലായതിനാൽ ഇതിനേക്കാൾ നല്ലൊരു പേര് സിനിമയ്ക്ക് നിർദ്ദേശിക്കാനുമില്ല. ശുഭപ്രതീക്ഷയുടെ ബ്രൈറ്റ്നെസ് ആണ് പ്രേമലുവിൻ്റെ ആകെ നിറം. തുടക്കം മുതൽ അവസാനിക്കുന്നതുവരെ വെള്ളിത്തിരയിൽ നല്ല തെളിച്ചമാണ്. ദൃശ്യങ്ങളുടെ കാഴ്ചയിൽ മാത്രമല്ല, കഥയിലും അഭിനയത്തിലും എഡിറ്റിങ്ങിലും സംഗീതത്തിലും ക്യാമറയിലും തുടങ്ങി എല്ലായിടത്തും ആ തെളിച്ചം കടത്തിവിട്ടിട്ടുണ്ട് പ്രേമലുവിൻ്റെ പിന്നണി പ്രവർത്തകർ. രസകരമായി ഒരു സിനിമ കാണാമെന്ന ആഗ്രഹത്തിന് പ്രേമലു ഒരു നിമിഷം പോലും നിരാശ സമ്മാനിക്കുന്നില്ല. സ്നേഹവും കുസൃതിയും രസങ്ങളും പരിഭവമൊക്കെ ഒത്തുചേർന്നൊരു പ്രണയയാത്ര. ഒറ്റവാചകത്തിൽ നസ്ലിനും അമിതയും പ്രധാന വേഷത്തിലെത്തിയ പ്രേമലുവിനെ ഇങ്ങനെ വിശേഷിപ്പിക്കാം: കുടുംബ പ്രേക്ഷകരും ചെറുപ്പക്കാരും കുട്ടികളുമൊക്കെ ഒരുപോലെ ഏറ്റെടുത്ത തണ്ണീർമത്തൻ ദിനങ്ങൾക്കും സൂപ്പർ ശരണ്യയ്ക്കും ശേഷം ഗിരീഷ് ഏടി സംവിധാനം ചെയ്ത ചിത്രം കൂടിയാണിത്. കോളേജ് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയതിനു ശേഷം UK-യിൽ പോയി രക്ഷപ്പെടണമെന്ന ആഗ്രഹമുള്ള യുവാവാണ് സച്ചിൻ. പ്രതീക്ഷിച്ച പോലെ കാര്യങ്ങൾ നടക്കാതെ വരുന്നതോടെ നാട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലും മാറി നിൽക്കണമെന്നതായി പിന്നെ സച്ചിൻ്റെ ചിന്ത. ഒടുവിൽ അയാൾ എത്തിച്ചേരുന്നതാകട്ടെ ഹൈദരാബാദിലും. അപ്രതീക്ഷിതമായി അവൻ്റെ ജീവിതത്തിലേക്ക് ഒരു പെൺകുട്ടി കടന്നു വരികയാണ്. അവളോട് തോന്നുന്ന പ്രണയം അവനെ പുതിയ ലക്ഷ്യങ്ങളിലേക്ക് എത്തിക്കുന്നു. തുടർന്നുണ്ടാകുന്ന പ്രണയത്തിൽ ചാലിച്ച സംഭവ വികാസങ്ങളാണ് ഈ ചിത്രം. സച്ചിനായി നസ്ലിനും റീനു എന്ന നായിക കഥാപാത്രമായി മമിതയുമാണ് വേഷമിട്ടിരിക്കുന്നത്. പഠിക്കാനായും മറ്റും അന്യ സംസ്ഥാനങ്ങളിലേക്ക് എത്തിച്ചേർന്ന യുവതലമുറ നേരിടുന്ന പ്രശ്നങ്ങളും തമാശയുടെ മേമ്പൊടിയോടെ ചിത്രത്തിൽ പറഞ്ഞു പോകുന്നുണ്ട്. അന്യദേശത്ത് എത്തിപ്പെടുമ്പോൾ മലയാളികൾ തമ്മിൽ പരസ്പരം ഉണ്ടാകാറുള്ള ബന്ധത്തെയും രസകരമായി സംവിധായകൻ അവതരിപ്പിച്ചിട്ടുണ്ട്. പ്രണയത്തിന് പുറമെ സൗഹൃദവും ചിത്രത്തിൽ സുപ്രധാന പങ്ക് വഹിക്കുന്നു. സിറ്റുവേഷണൽ കോമഡി കൊണ്ടും സമ്പന്നമാണ് പ്രേമലു എന്ന ഈ ചിത്രം. തങ്ങളുടെ വേഷം നസ്ലിനും മമിതയും ഭംഗിയാക്കി. ശ്യാം മോഹൻ, അഖില ഭാർഗവൻ, സംഗീത് പ്രതാപ്, അൽത്താഫ് സലൈം, മീനാക്ഷി രവീന്ദ്രൻ എന്നിവരാണ് ചിത്രത്തിലെ മറ്റ് പ്രധാന അഭിനേതാക്കൾ. ശ്യാം മോഹൻ അവതരിപ്പിച്ച് ആദി എന്ന കഥാപാത്രം ചിത്രത്തിലുടനീളം കയ്യടിയും നേടുന്നുണ്ട്. വിഷ്ണു വിജയ് ഒരുക്കിയ സംഗീതമാണ് ചിത്രത്തിൻ്റെ പ്രധാന സവിശേഷതകളിലൊന്ന്. പശ്ചാത്തല സംഗീതവും ഗാനങ്ങളും മികച്ചു തന്നെ നിൽക്കുന്നു. ഒരിടവേളയ്ക്ക് ശേഷം മാർക്കോസ് ഗാനം ആലപിക്കുന്ന ചിത്രമെന്ന പ്രത്യേകതയും ചിത്രത്തിനുണ്ട്. സുഹൈൽ കോയയുടെ രചനയിൽ മാർക്കോസ് പാടിയ തെലങ്കാന ബൊമ്മലു എന്ന ഗാനം റിലീസിന് മുന്നേ ശ്രദ്ധ നേടിയിരുന്നു. ഗിരീഷ് ഏടിയും കിരൺ ജോസിയും ചേർന്നാണ് ചിത്രത്തിൻ്റെ തിരക്കഥയൊരുക്കിയിരിക്കുന്നത്. അജ്മൽ സാബുവാണ് ചിത്രത്തിൻ്റെ ക്യാമറ കൈകാര്യം ചെയ്തിരിക്കുന്നത്. ആകാശ് ജോസഫ് വർഗീസാണ് എഡിറ്റിംഗ്. ഭാവന സ്റ്റുഡിയോസിൻ്റെ ബാനറിൽ ദിലീഷ് പോത്തൻ, ഫഹദ് ഫാസിൽ, ശ്യാം പുഷ്കരൻ എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. കുടുംബ പ്രേക്ഷകർക്കും യുവാക്കൾക്കും കുട്ടികൾക്കുമൊക്കെ ഇഷ്ടമാകുന്ന രസക്കൂട്ടുകളൊക്കെ ചേർത്ത് ചേർത്തൊരുക്കിയ ഒരു ഫൺ റൈഡ് കൂടിയാണ് പ്രേമലു.